ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. എന്തിനാ ഇപ്പൊ ചിന്ന തരാൻ നിക്കണേ? അതൊന്നുമില്ല ചേച്ചി, ഇന്നലെ പൂരല്ലേന്നു. അപ്പൊ അച്ഛൻ കൊറേ മുട്ടായപ്പം കൊടുത്തിരുന്നു. അതെ അമ്മനോട് തരാൻ പറയാം. അതെന്താ അണക്ക് വെച്ചാല് അണക്കും തൊള്ളക്കല്ലേ? ഓൾക്ക് ഞാൻ ചോദിക്കും വേണ്ടി വരും, ഫുൾ ഓൾക്ക് തിന്നാനും വേണ്ടി വരും. എന്നാ പിന്നെ ആദ്യം തന്നെ ഓൾക്ക് ചോദിച്ചു മേടിച്ചിട്ട് തിന്നൂടെ? എന്തോന്നാ ചേച്ചി ഇത്? ചേച്ചിക്ക് ചോദിച്ചൂടെ? എനിക്ക് മാത്രമൊന്നല്ലല്ലോ, ചേച്ചിക്കും തിന്നാൻ തരൂലേ? ഞാൻ ചോദിച്ചിട്ടേ ഇപ്പൊ ഉമ്മാരുടെ അങ്ങനെ തിന്നണ്ട കേട്ടോ. അനക്ക് വേണേച്ച് ചോദിച്ചോ. ആയിക്കോട്ടെ. അമ്മേ എന്താടി, എന്താ കാര്യം? ഞാനൊന്നല്ല അമ്മനെ വിളിച്ചിക്കണത്, ആ അമ്മന്റെ പുന്നാര മോളെ തമ്പുരുവാണ്. ആഹാ, ഓളെ വിളിച്ച് കണ്ട സൗണ്ട് പോലെ കേട്ട്. തമ്പുരു, എടി തമ്പുരു ഒന്നിങ്ങോട്ട് വന്നേ. നീ എന്തിനാ എന്നെ വിളിച്ചിരുന്ന തമ്പുരു? ഏയ് ഒന്നുമില്ല അമ്മേ. പറയടി എന്തിനാ വിളിച്ചേ? എന്താ എന്റെ മുഖത്തൊരു വല്ലാത്ത സങ്കടം? ഏയ് അതൊന്നുമില്ല. എന്തേ രണ്ടാളും തല്ലുകൂടിയോ? ഏയ് ഇല്ല അമ്മേ, ഒന്നുമില്ല. ഓൾക്ക് അച്ഛൻ കൊടുന്നേ മുട്ടായപ്പം വേണത്രേ, അതിനെ ഓളെ മോന്ത അങ്ങനെ. ഓളത് എന്നോട് ചോദിച്ചാൻ പറയാം, ഓൾക്ക് ചോദിച്ചാൻ പേടിയാത്രേ. തമ്പുരു അതിനായിരുന്നോ? അപ്പൊ എനക്ക് അമ്മനോട് ചോദിച്ചുടാനില്ലേ? ഞാനമ്മ തരൂല വിചാരിച്ച്. എന്തിനാ തരാതിരിക്കണത്? കുറെ ദിവസം കഴിഞ്ഞാൽ കേട് വരും. അതിന്റെ മുമ്പൊക്കെ എടുത്ത് തിന്നൂടെ നിങ്ങൾക്ക് രണ്ടാക്കും? ഞാനത് പറയാൻ നിൽക്കായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് ഇനിയിപ്പോൾ കേട് വരും. രണ്ടാളും എടുത്ത് തിന്നേ. അമ്മ കാര്യത്തിലാണോ പറയണത്? ഞാൻ അമ്മ മധുരം തിന്നാൻ അയക്കാത്തോണ്ടാ ചോദിച്ചത്. ഇതെപ്പോഴൊന്നുമില്ലല്ലോ, ഇത് എപ്പോഴേലും ഒക്കെ ഉള്ളല്ലോ, അതുകൊണ്ടാ തിന്നോളിന്ന് പറഞ്ഞത്. എപ്പോഴൊന്നും തിന്നാൻ പറ്റൂല. പൂരം വരുമ്പോഴേ ഉള്ളൂ നമുക്ക് മുട്ടായപ്പം പൊരിയൊക്കെ തിന്നാൻ പറ്റുള്ളൂ. അതാ ഞാൻ പിന്നെ തിന്നോട്ടേന്ന് വിചാരിച്ച്. ആണോ അമ്മേ? എന്നങ്ങോട്ട് കൊണ്ടുവരുവാ? ആ മോള് ഇവിടെ നിൽക്കട്ടോ, അമ്മ കൊണ്ടുവന്നേരാം. അയ്യടാ അയ്യ, ഇന്ന് മിഠായിപ്പം തിന്നാലോ, മിഠായിപ്പം തിന്നാലോ, മിഠായിപ്പം തിന്നാലോ. ഇജിപ്പേ അങ്ങനെ സന്തോഷിച്ചാണ് കേട്ടോ, ബോധിച്ചോണം. ഞാനല്ലേ അമ്മനോട് പറഞ്ഞു. അന്നോടാരാ അമ്മനോട് വരാൻ പറഞ്ഞാൽ വലിയ വീമ്പാക്കിയിട്ട് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ പറഞ്ഞു? അത് പിന്നെ എൻ്റെ ആ തിരുമോന്ത കണ്ടപ്പോ പറയാൻ തോന്നി. ഏതായാലും പറഞ്ഞല്ലേ, കുറച്ച് ചെറുത്തോ. എന്നാ മക്കളെ മുട്ടായപ്പം രണ്ടാളും കഴിച്ചോളിയും. ആയി മുട്ടായപ്പം ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. ഇതാണെങ്കിലും ശർക്കരയുടെയാണ്, കുറെ തിന്നും ചെയ്യാലേ അമ്മേ. മറ്റേ മഞ്ഞ ഞാൻ അച്ഛനോട് മേടിച്ചണ്ടാന്ന് പറഞ്ഞത്, അതിൽ ഫുള്ള് ഷുഗറാണ്. ഇതാകുമ്പോ ശർക്കര അല്ലേ, വലിയ കുഴപ്പമുണ്ടാവില്ല. അതന്നെ അമ്മേ. എന്നാ ഒന്നും കിട്ടാ അമ്മേ. ഹായ്ക്ക് വലുതന്നെ കിട്ടി. ഹായ് മുട്ടായപ്പം. ഇത് ജിലേബിയുടെ പോലെ തന്നെയല്ലേ അമ്മേ? ആ മോളെ അതിന്റെ പോലെ തന്നെ. നം 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 നം. നീ കഴിച്ചിട്ട് അടുത്തേ തരാട്ടോ, അമ്മ കൊണ്ടേക്കട്ടെ. എന്റെ ഇപ്പൊ കൈ അമ്മയെ കൊണ്ടേക്കല്ലേ. ആക്കം പോലെ തിന്നാൻ പോയി കുരിപ്പേ, ഇത് മൊത്തം അങ്ങക്കില്ല തന്നെയാണേ. എന്നാ പിന്നെ അമ്മ കൊണ്ടേച്ചോ. എപ്പോഴൊക്കെ ചെറുതാ കിട്ടുക. അമ്മേ ഒന്നവിടെ നിന്നേ. എന്താടി, എന്താ കാര്യം? അമ്മ ഒന്ന് എന്റെ കൈക്ക് നോക്കി നോക്കാ. എനിക്ക് എത്ര ചെറുതാ തന്നിക്കണത്. ഓളെ കയ്യിൽ നോക്കാ. ഓളെ കയ്യിൽ ആനയുടെ വലിപ്പല്ലാണ്, എന്റെ കയ്യിൽ ഉറുമ്പിന്റെ വലിപ്പല്ലോ. അമ്മ എന്തിനാ അമ്മേ ഞങ്ങൾ രണ്ടാളെയും വേറെ തിരിച്ചു കാണുന്ന? ഞാനും അമ്മന്റെ മകൾ തന്നെയല്ലേ. അമ്മന്റെ തെത്തെടുത്തതാണോ? ആടി അന്നാ ചാണാക്കൂച്ചിന്ന് കിട്ടിയാണേ. പറയാമ്മേ എന്തിനാ എനിക്ക് എപ്പോഴും ചേർത്ത് തരുന്നത്? ഇന്നെ ശരിക്കും ആരെത്തുന്നതിന് മേടിച്ചതാ. ഇനി ചെന്ന് തൊള്ള തുറന്നാലേ എന്റെ മോന്തക്കുട്ടിന്റെ അടുത്ത് കണ്ട് കിട്ടല് കിട്ടും. അണക്കുവാണെങ്കിൽ ഇതൊന്ന് വലുത് നോക്കി എടുത്തുകൂടായിരുന്നില്ലേ? എന്തേലും ഒരു ഏത് കിട്ടുമോ നോക്കുക പെണ്ണുങ്ങൾ രണ്ടാളും. മനുഷ്യരുടെ തൊയ്യം തരാതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അന്നെ മേടിച്ച തന്നെയാണ് പൈസ കൊടുത്തിട്ട്. അല്ലാതെ എന്താ ഞാൻ എന്നോട് പറയാ? ഇത്രയും കാലമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എന്തിനാ അമ്മച്ചി ചെറുത് തരുന്നേ? ഓള് വലുത് നോക്കിയിട്ട് ഓളെടുത്തു, അതേപോലെ അനക്ക് വലുത് നോക്കിയിട്ട് എടുത്തുകൂടായിരുന്നില്ലേ? ഞാൻ തന്നത് അവിടെ വെച്ചുകൂടായിരുന്നില്ലേ? അല്ല പിന്നെ അമ്മ ചെറുത് തരുമ്പോ അവിടെ വെച്ചിട്ട് വലുതെടുക്കണം. അല്ലാതെ ഇങ്ങനെ കരണം കൊണ്ട് ഒത്തിരിക്കാച്ച പൊട്ടത്തിയ. അനക്കൊരെന്തോ അല്ലേ നമ്മളെ? ഇജുമുണ്ടണ്ട, ഇജാണ് എല്ലാത്തിനും കാരണം. അന്നിങ്ങനെ തലമ്മ കയറ്റി വെച്ചുമ്പോ ഇത് തലമ്മ പോലെ നിറങ്ങ. എനിക്ക് രണ്ടാളും ഒരേപോലെ തന്നെ, അല്ലാതെ അന്നെ പ്രത്യേക ഒരു ഇഷ്ടമൊന്നുമില്ല. എന്റെ രണ്ട് കുട്ടികളും നിങ്ങളെ. അമ്മക്ക് ഇന്നല്ലേ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടാളും അതേപോലെ ഇഷ്ടം. രണ്ട് ഞാൻ പ്രസവിച്ച തന്നെയാണ്, അല്ല ഒന്നിനെ വേറെ എവിടുന്നേലും മേടിച്ചോന്നല്ലേ. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. നീ ഇതിപ്പോ ഏതായാലും വേണ്ട. നീ അത് തിന്നേ മയങ്ങള്. ഇത് ഞാൻ അപ്പുറത്ത് കുട്ടികൾക്ക് കൊടുക്കട്ടെ. ഓൽക്കൊന്നും ഓല അച്ഛനും അമ്മയും കൊടുക്കാനില്ല. ഓലൊക്കെ പാവപ്പെട്ടോലാണ്. നിങ്ങൾക്ക് തിന്നാണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അച്ഛൻ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം. കിട്ടാത്ത എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. അയ്യേ പാവം ചേച്ചി. ഇജ്ജ് മുണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന്തടക്ക് രണ്ട് കിട്ടും. മുണ്ടാതെ അവിടെ നെയ്യ് തിന്നിട്ട് പെയ്ക്കോട്ടോ. ജോളോട് തല്ലൂടാൻ നിൽക്കണ്ട. അങ്ങനെ ഞങ്ങൾ കൊടുത്തു പഠിച്ചിരിക്കണത്. അയ്യോ പാവം തമ്പുരോള്. ആയിക്കോട്ടെ, നമ്മളൊന്നിനുമില്ലേ.